Dear students, in this video we shall discuss the provisions related to the registration of companies online or online registration of companies. The Companies Act 2013 has provisions which permits the registration of companies electronically. Again, the rules framed for the implementation of Companies Act 2013 that came into existence in the year 2014 that gives or that provides a simplified format for incorporating a company ഇലക്ട്രോണിക്കലി 2014 റൂൾസിലാണ് കൃത്യമായിട്ട് ഒരു സിംപ്ലിഫൈഡ് ഫോർമാറ്റ് കൊടുത്തിരിക്കുന്നത്. So the 2014 rules provides a simplified format for incorporating a company electronically. So the registration is through the online portal of the Ministry of Corporate Affairs named MCA 21. So online registration of companies can be done through the online portal of the Ministry of Corporate Affairs named as MCA 21. Then again, the portal gives a link. ഇപ്പോൾ MCA 21 ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. Then that link is for simplified performa for incorporating company electronically. ഇപ്പോൾ MCA 21 തന്നിരിക്കുന്ന ലിങ്ക് which is known as SPICE, simplified performa for incorporating company electronically. Then this is termed as SPICE in corporate circles. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻട്രഡക്ഷനായിട്ട് കൊടുക്കുക. ഇനി ഇതൊരു 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് വീണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻട്രഡക്ഷൻ കൊടുക്കാം. വിത്ത് ദി ഹെൽപ്പ് ഓഫ് സ്പൈസ് ദി ഫോളോയിങ് ടൈപ്സ് ഓഫ് കമ്പനീസ് ക്യാൻ ബി ഫോംഡ്. ഇപ്പം സിംപ്ലിഫൈഡ് പെർഫോമ ഫോർ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനീസ് ഇലക്ട്രോണിക്കലി, ആ ലിങ്കിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പബ്ലിക് ലിമിറ്റഡ് കമ്പനി, 1 person കമ്പനി, സെക്ഷൻ 8 കമ്പനി ആൻഡ് പ്രൊഡ്യൂസർ കമ്പനി, ഈ തരത്തിലുള്ള എല്ലാ കമ്പനികളെയും ഫോം ചെയ്യാം. ദെൻ ഇതിന് ശേഷം നമ്മൾ എന്താണ് അടുത്ത സ്റ്റേജിലേക്ക് മാറുകയാണ്. ദി വേരിയസ് സ്റ്റേജസ് ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു ദി INC 32 or SPICE form is given below. INC 32 എന്താ, അത് ഓൺലൈൻ ലിങ്കാണ്, അല്ലെങ്കിൽ ഒരു ന്യൂ ഫോമാണ്, അതിൻ്റെ ഒരു ഇൻകോർപ്പറേഷന് വേണ്ടിയുള്ള ഒരു ഫോമാണ്, ഒരു പെർഫോമയാണ് INC 32. അപ്പോൾ INC 32 അല്ലെങ്കിൽ സ്പൈസ് ഫോം ഉപയോഗിച്ച് നമുക്ക് കമ്പനികളെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ കമ്പനികൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള വേരിയസ് സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നമ്മളെന്താ ആദ്യത്തെ സ്റ്റേജായിട്ട് സ്റ്റേജ് 1 or സ്റ്റെപ്പ് 1 സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ഗെറ്റിംഗ് ഡയറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഒരു കമ്പനിയുടെ ഫോർമേഷൻ ടൈമിൽ ആ കമ്പനി ഡയറക്ടേഴ്സായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവരാദ്യമായിട്ട് എന്താണ് ഒരു ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇഷ്യൂഡ് ബൈ ദി രജിസ്ട്രാർ ഓഫ് കമ്പനി ഷുഡ് ബി ഒബ്റ്റെയിൻഡ്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു കമ്പനി ഡയറക്ടേഴ്സായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറുള്ളവർ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ലഭിക്കുന്നതിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് സബ്മിറ്റ് ചെയ്യുന്നു. ദെൻ ദിസ് ആപ്ലിക്കേഷൻ ക്യാൻ ബി സബ്മിറ്റഡ് ടു ദി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ത്രൂ ദി INC 32 ഓർ സ്പൈസ് ഫോം. ഇങ്ങനെ ഒരു ഡയറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ലഭിക്കുന്നതിന് വേണ്ടി ഉള്ളൊരു ആപ്ലിക്കേഷൻ എന്താണ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് INC 32 ലിങ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്പൈസ് ഫോം ഉപയോഗിച്ചോ സബ്മിറ്റ് ചെയ്യാം. ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്, സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ഡയറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ടു ദി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് യൂസിങ് INC 32 or SPICE form. Then the second step is submission of application for digital signature certificates. അപ്പം ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഇതും ഇലക്ട്രോണിക്കലിയാണ് ചെയ്യുന്നത്. സോ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആർ ഇഷ്യൂഡ് ബൈ സർട്ടിഫൈയിങ് അതോറിറ്റീസ് appointed under the Information Technology Act 2000.
അപ്പം അതിൻ്റെ ആ ഒരു കൺസേൺഡ് അതോറിറ്റീസിന് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സർട്ടിഫയിങ് അതോറിറ്റീസിന് മുമ്പിൽ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി കമ്പനിക്കും അതിൻ്റെ ഡയറക്ടേഴ്സിനും ഡിജിറ്റൽ സിഗ്നേച്ചർ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. Then for this also, applications for DSC can be filed online INC 32 or SPICE form to these certifying authorities. ഈ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന ഈ വീഡിയോയുടെ സൈഡിൽ കാണിക്കുന്ന ആ നോട്ട്സിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പാർട്സ് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് submission of application for approval of names for the company to be incorporated. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് എന്താ, ഒരു ഡയറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ അവിടെ മിനിസ്ട്രി ഓഫ് കോർട്ട് അഫയേഴ്സിൻ്റെ ലിങ്ക് ഉപയോഗിച്ച് ആ പോർട്ടലിൽ സബ്മിറ്റ് ചെയ്യുക. രണ്ടാമത് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന അതോറിറ്റീസിൻ്റെ മുമ്പിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം submission of application for approval of names for the company to be incorporated. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയുടെ പ്രൊപ്പോസ് നെയിംസ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ മുമ്പിൽ സമർപ്പിക്കണം. അപ്പം അങ്ങനെ എന്താ, ലിസ്റ്റ് ഓഫ് നെയിംസ് ആണ്, ഒരൊറ്റ നെയിം പോരാ. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് നെയിംസ്, ഒരു 5-6 നെയിംസ് സബ്മിറ്റ് ചെയ്യുക. ഇതിൽ നിന്നും ഒരു പേര് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അപ്രൂവ് ചെയ്യും. അപ്പം അങ്ങനെ കമ്പനിയുടെ പേര് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കെന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഡ്രാഫ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ അപ്രൂവൽ ഓഫ് നെയിംസ് ഫോർ ദി കമ്പനി ടു ബി ഇൻകോർപ്പറേറ്റഡ്. ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടേണ്ട കമ്പനിയുടെ പേര് പ്രൊപ്പോസ് നെയിംസ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് മുമ്പിൽ സമർപ്പിക്കുന്നു. Then once such name is accepted or approved, ഇപ്പോൾ ഒരു ലിസ്റ്റ് കൊടുക്കും, അതിലേതെങ്കിലും ഒരു പേര് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അക്സെപ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്താണ്, ഇത് വെച്ച് നമുക്ക് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും പ്രിപ്പയർ ചെയ്യുകയും അത് ഒരു അപ്രൂവലിന് വേണ്ടി സബ്മിറ്റ് ചെയ്യുകയും ചെയ്യാം. സോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്താണ്, so all these can be done through INC 32 or SPICE form. നമ്മൾ ഇലക്ട്രോണിക് മീൻസ് ഉപയോഗിച്ചാണ് എല്ലാ സർട്ടിഫിക്കറ്റുകളും എല്ലാ ആപ്ലിക്കേഷൻ ഫോംസും സബ്മിറ്റ് ചെയ്യുന്നത്. ദെൻ ഇങ്ങനെ ഒരു നെയിം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നാലാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്ന എന്താ, പ്രിപ്പറേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ലൈക്ക് MOA and AOA. Once the proposed name of the company is accepted by the registrar of companies, memoranda of association and articles of association can be prepared and submitted to the registrar of companies. അപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ ഈ നാലാമത്തെ സ്റ്റെപ്പിൽ പ്രിപ്പറേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ലൈക്ക് MOA and AOA. അപ്പം അതിന് പുറമെ എന്താ, ഒരു പ്രിസ്ക്രൈബ് ഫോർമാറ്റിൽ പ്രിസ്ക്രൈബ് ഫീസ് ഉൾപ്പെടെ അപ്രൂവലിന് വേണ്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് മുമ്പിൽ സമർപ്പിക്കുന്നു. അപ്പം അങ്ങനെ സമർപ്പിക്കുമ്പോൾ എന്താണ്, ഫോളോയിങ് ഡോക്യുമെന്റ്സ് ഹാസ് ടു ബി സബ്മിറ്റഡ്. ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇഫ് എനി, ഡിക്ലറേഷൻ ഫ്രം ദി ഡയറക്ടേഴ്സ്, അഫിഡവിറ്റ്സ് ഓഫ് ദി ഡയറക്ടേഴ്സ്. ഒരു ഡിക്ലറേഷനും അഫിഡവിറ്റും ഡയറക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്ന്, മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും, ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ഈ ഡോക്യുമെന്റുകളും സോ ഓൾ ദീസ് ഡോക്യുമെന്റ്സ് ക്യാൻ ബി സബ്മിറ്റഡ് ത്രൂ INC 32 ഓർ SPICE ഫോം. ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ പോർട്ടലിൽ, ഓൺലൈൻ പോർട്ടലിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളാണ്. അപ്പോൾ ഈ ഓൺലൈൻ ലിങ്കുകൾ ഉപയോഗിച്ച് നമുക്ക് എല്ലാ ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്യാം, എല്ലാ ആപ്ലിക്കേഷൻസും സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്, പ്രിപ്പറേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ലൈക്ക് MOA and AOA. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താ, സബ്സ്ക്രൈബിംഗ് ടു ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. As per the Companies Act 2013, a subscriber must subscribe
ടു ദി ഷെയർസ് ഓഫ് ദി കമ്പനി ഇൻകോർപ്പറേറ്റഡ്. ഒരു സബ്സ്ക്രൈബറായിട്ട് മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിളിലുമൊക്കെ പേര് ഉൾപ്പെടുത്തപ്പെടുന്ന ആളുകൾ ഷെയറിൻ്റെ മിനിമം ഒരു ഷെയർ കമ്പനിയുടെ മിനിമം ഒരു ഷെയറിലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അപ്പം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴെന്താണ്, ഈ സബ്സ്ക്രൈബർ ഷുഡ് സൈൻ ദി മെമ്മോറാണ്ടം. സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ എന്താ, മെമ്മോറാണ്ടത്തിൽ സബ്സ്ക്രൈബേഴ്സായിട്ട് പേര് ഉൾപ്പെടുത്തിയിരിക്കുന്ന ആളുകളാണ് സബ്സ്ക്രൈബേഴ്സ്. ഇപ്പം മെമ്മോറാണ്ടത്തിൽ പേര് ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് അവർ സബ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ സൈൻ ചെയ്യുമ്പോൾ അതിൽ താഴെ പറയുന്ന ഡീറ്റെയിലുകൾ, പ്രധാനപ്പെട്ട ഡീറ്റെയിൽസും കൊടുത്തിരിക്കണം. അവരെ സംബന്ധിച്ചുള്ള അഡ്രസ് ഓഫ് ദി സബ്സ്ക്രൈബർ, പേഴ്സണൽ ഡിസ്ക്രിപ്ഷൻ, ഒക്യുപ്പേഷൻ, നമ്പർ ഓഫ് ഷെയർസ് സബ്സ്ക്രൈബ്, നേച്ചർ ഓഫ് ഷെയർസ് എക്സെട്ര. ഇപ്പം 5ാമത്തെ സ്റ്റെപ്പാണ് സബ്സ്ക്രൈബിംഗ് ടു ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ദെൻ 6ാമത്തെ സ്റ്റെപ്പായിട്ട് എന്താ, ഡിക്ലറേഷൻ റിഗാർഡിംഗ് ദി ഫുൾഫിൽമെന്റ് ഓഫ് റിക്വയർമെന്റ്സ്. ഇപ്പം ഒരു ഡിക്ലറേഷൻ കൊടുക്കുക. എ ഡിക്ലറേഷൻ സ്റ്റേറ്റിംഗ് ദാറ്റ് ദി റിക്വയർമെന്റ്സ് ഓഫ് ദി ആക്ട് ആൻഡ് റൂൾസ് ഫ്രെയിം ദെയർ അണ്ടർ ഹാവ് ബീൻ കംപ്ലൈഡ് which should be submitted to the registrar by any of the specified authority mentioned. ഇപ്പോൾ കമ്പനീസ് ആക്ടിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന അതോറിറ്റീസ് അപ്പം അത് കൃത്യമായിട്ടും സബ്മിറ്റ് ചെയ്യുക. എ ഡിക്ലറേഷൻ സ്റ്റേറ്റിംഗ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദി ആക്ട് ആൻഡ് റൂൾസ് ഫ്രെയിം ദെയർ അണ്ടർ ഹാവ് ബീൻ കംപ്ലൈഡ് വിത്ത് ഷുഡ് ബി സബ്മിറ്റഡ് ടു രജിസ്ട്രാർ ബൈ എനി ഓഫ് ദി സ്പെസിഫൈഡ് അതോറിറ്റി മെൻഷൻഡ്. അപ്പം ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ കൊടുക്കാൻ അധികാരമുള്ള ഏതെങ്കിലും ഒരു അതോറിറ്റിയുടെ സിഗ്നേച്ചറോട് കൂടി വേണം ഈ ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട്. അത് സുപ്രീം കോർട്ടിലെ അഡ്വക്കേറ്റ്സോ അല്ലെങ്കിൽ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ്സോ ചാർട്ടേഡ് അക്കൗണ്ടൻസോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനിയോ, അത് കുറേ അതോറിറ്റീസിൻ്റെ കാര്യം. ആർക്കൊക്കെയാണ് ഒരു ഡിക്ലറേഷനിൽ സൈൻ ചെയ്യാൻ റൈറ്റ് ഉള്ളത് എന്നുള്ളത് കമ്പനീസ് ആക്ട് 2013 പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് പ്രകാരം ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യുക. ദെൻ ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ, ഈ ഡിക്ലറേഷനും ദിസ് ഡിക്ലറേഷൻ ഓൾസോ ക്യാൻ ബി സബ്മിറ്റഡ് ത്രൂ INC 32 or SPICE ഫോം. ഓൺലൈൻ രജിസ്ട്രേഷനിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും, എല്ലാ ആപ്ലിക്കേഷൻസും, എല്ലാ ഡിക്ലറേഷൻസും നമുക്ക് INC 32 അല്ലെങ്കിൽ SPICE ഫോമിലൂടെ സബ്മിറ്റ് ചെയ്യാം. 6ാമത്തെ സ്റ്റെപ്പായിട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഇങ്ങനെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ, ഇൻക്ലൂഡിംഗ് ദി ഡിക്ലറേഷൻ റിഗാർഡിംഗ് ദി ഫുൾഫിൽമെന്റ് ഓഫ് ഓൾ ദി പ്രൊസീജിയേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ഫുൾഫിൽ ചെയ്തു കഴിഞ്ഞാൽ ദി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ക്യാൻ ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. So after filing the above mentioned documents and payment of necessary fees, the INC 32 or SPICE form shall be verified by the Central Processing Center of the Ministry of Corporate Affairs. എല്ലാ റിക്വയർമെൻറ്റ്സും ഫുൾഫിൽ ചെയ്തു എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് സെൻറ്റർ ഓഫ് ദി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അത് വെരിഫൈ ചെയ്യും. എല്ലാ പ്രൊസീജിയേഴ്സും ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ, എല്ലാ പ്രൊസീജിയേഴ്സും കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് ഓൺലൈനായിട്ട് വെരിഫിക്കേഷൻ നടത്തും. അതിനുശേഷം എന്താണ്, ആൻഡ് സർട്ടിഫിക്കറ്റ് ഫോർ കമ്പനി ഇൻകോർപ്പറേഷൻ വുഡ് ബി ഇഷ്യൂഡ് ബൈ ദി രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. അപ്പം സർട്ടിഫിക്കറ്റ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ്. ഈ ആപ്ലിക്കേഷൻ്റെ വെരിഫിക്കേഷൻ നടത്തുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് സെൻറ്റർ ഓഫ് ദി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആയിരിക്കും. ഇപ്പോൾ സെൻട്രൽ പ്രോസസ്സിംഗ് സെൻറ്റർ ഓഫ് ദി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഈ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിൽ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ദെൻ upon incorporation the company becomes a legal person separate from its members. ഒരിക്കൽ ഇൻകോർപ്പറേറ്റ് ചെയ്തു കഴിഞ്ഞാൽ കമ്പനി ഒരു സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആയിട്ട് മാറുന്നു. So once incorporated, a company get a separate legal existence apart from its members. Then such commencement of business. So after the process of incorporation and raising of capital, a public company had to get certificate of commencement of business from the registrar to start its operations. ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ
ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ബിസിനസ് കിട്ടണം, അതിന്റെ ഓപ്പറേഷൻസ് ആരംഭിക്കുന്നതിന് പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി. ഇനി the 2013 Act has radically changed the provisions with regard to certificate of commencement of business. Then new section, now section 11 of the Act mandates, new അല്ല കേട്ടോ, now section പുതിയ സെക്ഷൻ ആണ്. section 11 of the Act mandates a declaration and verification from all companies having a share capital. ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഉള്ള എല്ലാ കമ്പനികൾക്കും ഡിക്ലറേഷനും അതിൻ്റെ വേരിഫിക്കേഷനും പൂർത്തിയാക്കിയാൽ മാത്രമേ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണൊരു ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ഒരു പ്രൊസീജിയർ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ ഓർ ഓൺലൈൻ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനീസ്. ഇതൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് വരുന്നതെങ്കിൽ ഈ എല്ലാ സ്റ്റെപ്സും മെൻഷൻ ചെയ്തതിന് ശേഷം 1-2 സെൻറ്റൻസുകളിൽ മാത്രം ആൻസർ ഒതുക്കാൻ ശ്രമിക്കുക. ഇനി ഇത് 15 മാർക്കിനാണ് എങ്കിൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി. അവിടെ നമ്മളെന്താ ഒരു 7 സ്റ്റെപ്സും സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്സിനെ കുറിച്ചൊരു ചെറിയ പാരഗ്രാഫും കൂടെ കൊടുക്കുക. പക്ഷേ ഇത്രയുമാണ് കമ്പനികളുടെ ഓൺലൈൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മയിൽ വയ്ക്കേണ്ടത്. ഇതിൽ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സെൻറ്റൻസുകൾ അത് 15 മാർക്കിനാണ് ക്വസ്റ്റ്യനെങ്കിൽ മാത്രം പഠിച്ചെഴുതുക. ഇനി അതല്ല 5 മാർക്കിനാണ് എങ്കിൽ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന സ്റ്റെപ്സ് മാത്രം ഫുൾ സെൻറ്റൻസുകളിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയാലും നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടാനുള്ള ഒരു റൈറ്റ് ഉണ്ടായിരിക്കും. Now we shall discuss the preliminary or pre-incorporation contract. Preliminary or pre-incorporation contracts. എന്താണ്? കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രൊമോട്ടേഴ്സ് ഏർപ്പെടുന്ന കോൺട്രാക്റ്റുകളാണ് preliminary or pre-incorporation contract. The promoters may enter into contracts for a company even before it is incorporated. ഒരു കമ്പനി രജിസ്ട്രേഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് മുമ്പ്, ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് പലപ്പോഴും കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടാറുണ്ട്. സച്ച് കോൺട്രാക്ട്സ് മേ റിലേറ്റ് ടു ദി പർച്ചേസ് ഓഫ് പ്രോപ്പർട്ടി ഫോർ ദി കമ്പനി ഓർ മിഷനറി ഓർ ടു അക്വയർ നോ ഹൗ. എന്താണ്? അങ്ങനെ ഒരു പ്രൊപ്പോസ് കമ്പനിക്ക് വേണ്ടി ലാൻഡും ബിൽഡിങ്ങും മെഷീനറിയും നോഹവും ഒക്കെ വാങ്ങുന്നതിന് വേണ്ടിയുള്ള കോൺട്രാക്റ്റുകളായിരിക്കും. These contracts are generally termed as pre-incorporation or preliminary contracts. So preliminary contracts are contracts entered into by the promoters before the incorporation of a company. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഔട്ട്സൈഡേഴ്സുമായിട്ട് കമ്പനിക്ക് വേണ്ടി ഏർപ്പെടുന്ന കോൺട്രാക്റ്റുകൾ എന്താണ്? പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റുകളാണ്. The promoters generally enter into such contracts as agents of the company. അപ്പം ഇൻകോർപ്പറേഷന് മുമ്പ് പ്രൊമോട്ടേഴ്സ് ഇങ്ങനെ ഔട്ട്സൈഡേഴ്സുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അവരുടെ കപ്പാസിറ്റി ഏജന്റുമാരുടെ കപ്പാസിറ്റിയാണ്. ആസ് ഏജൻസ് ഓഫ് ദി കമ്പനി. പ്രൊമോട്ടേഴ്സ് ആക്ട് ആസ് ദി ഏജൻസ് ഓഫ് ദി കമ്പനി when they enter into pre-incorporation contracts. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് മുമ്പാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതെങ്കിൽ പ്രൊമോട്ടേഴ്സ് എന്തായിട്ടാ? കമ്പനിയുടെ ഏജന്റുമാരായിട്ടാണ് ഏർപ്പെടുന്നത്. സോ ആൻഡ് therefore such contracts are not binding on the company. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ കമ്പനിയുടെ മേൽ എന്താണ്? ബൈൻഡിങ് അല്ല. such contracts are not binding on the company. Then the consequence of pre-incorporation contracts can be summarized. കോൺസിക്വൻസസ്, ഒരു പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റുകളുടെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? 1. When the company is registered, it is not bound by the pre-incorporation contracts. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇൻകോർപ്പറേഷന് മുമ്പ് ഏർപ്പെട്ടിരിക്കുന്ന കോൺട്രാക്റ്റുകളിൽ കമ്പനിക്ക് ഒബ്ലിഗേഷൻ ഇല്ല, അല്ലെങ്കിൽ കമ്പനി is not bound to fulfill such contracts. Secondly, the company when registered cannot ratify the agreement. ഇപ്പം പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റുകൾ അതിന് ലീഗൽ വാലിഡിറ്റി കൊടുക്കാൻ കമ്പനിക്ക് സാധ്യമല്ല. വൺസ് ദി കമ്പനി ഗെറ്റ് ഇൻകോർപ്പറേറ്റഡ്, ദെൻ ഇഫ് ദി ഏജന്റ് അണ്ടർടുക്ക് എനി ലയബിലിറ്റി അണ്ടർ ദി എഗ്രിമെന്റ്. ഇൻകോർപ്പറേഷൻ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റുകളിൽ പ്രൊമോട്ടേഴ്സ് കമ്പനിയുടെ ഏജൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
അങ്ങനെ എന്തെങ്കിലും ലയബിലിറ്റി അവർ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ he would be personally liable for such contracts. ഏജന്റിന്റെ കപ്പാസിറ്റിയിൽ ഇൻകോർപ്പറേഷന് മുമ്പ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റുകൾ പ്രൊമോട്ടേഴ്സ് ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരതൊരു ഏജന്റുമാരായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് കമ്പനിക്ക് ലീഗൽ ഓബ്ലിഗേഷൻ ഉണ്ടാകാറില്ല. ദെൻ അടുത്തത്, ദി കമ്പനി കനോട്ട് എൻഫോഴ്സ് ദി പ്രിലിമിനറി എഗ്രിമെന്റ്. കമ്പനിക്ക് ഇൻകോർപ്പറേഷന് മുമ്പുള്ള പ്രിലിമിനറി എഗ്രിമെന്റുകൾ എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, ദി പ്രിലിമിനറി കോൺട്രാക്ട്സ് മെയ്ഡ് വിത്ത് ദി പ്രൊമോട്ടേഴ്സ് ജനറലി പ്രൊവൈഡ് ദാറ്റ് ഇഫ് ദി കമ്പനി അഡോപ്റ്റ്സ് ദി എഗ്രിമെന്റ് ദി പ്രൊമോട്ടേഴ്സ് ലയബിലിറ്റി ഷാൽ സീസ്. അപ്പം ആ എഗ്രിമെന്റുകൾ, പ്രീ ഇൻകോർപ്പറേഷൻ എഗ്രിമെന്റുകൾ കമ്പനി ഏറ്റെടുക്കുകയാണ് എങ്കിൽ പ്രൊമോട്ടേഴ്സിന്റെ ലയബിലിറ്റി അവസാനിപ്പിക്കപ്പെടുന്നു. ദി പ്രിലിമിനറി കോൺട്രാക്ട്സ് മെയ്ഡ് ബൈ ദി പ്രൊമോട്ടേഴ്സ് ജനറലി പ്രൊവൈഡ് ദാറ്റ്. ആ കോൺട്രാക്റ്റുകളിൽ തന്നെ അത് പറഞ്ഞിരിക്കും, അതിനുള്ള പ്രൊവിഷൻ കാണും. പ്രൊവൈഡ് ദാറ്റ് ഇഫ് ദി കമ്പനി അഡോപ്റ്റ്സ് ദി എഗ്രിമെന്റ് ദി പ്രൊമോട്ടേഴ്സ് ലയബിലിറ്റി ഷാൽ സീസ് ആൻഡ് ഇഫ് ദി കമ്പനി ഡസ് നോട്ട് അഡോപ്റ്റ് ദി എഗ്രിമെന്റ് വിതിൻ എ സർട്ടൻ ടൈം either party may rescind the contract. ഇനി ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കമ്പനി ഈ കോൺട്രാക്റ്റുകൾ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ, അംഗീകരിക്കുന്നില്ല എങ്കിൽ കമ്പനിക്കോ പ്രൊമോട്ടേഴ്സിനോ ആ കോൺട്രാക്റ്റിന് പിന്മാറാം, ആ കോൺട്രാക്റ്റ് ഉപേക്ഷിക്കാം. So in such cases the promoter's liability would cease after the lapse of the time of the fixed contract. ഇങ്ങനെ വരുന്ന കേസിൽ ഒരു നിശ്ചിത കാലാവധി കഴിയുമ്പോൾ പ്രൊമോട്ടേഴ്സിന്റെ ലയബിലിറ്റി ഇല്ലാതാകുന്നതായിരിക്കും. നമ്മൾ ഇന്നത്തെ ഒരു ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.